വാട്സപ്പ്, ടെലഗ്രാം. നമ്മൾ മെസ്സേജിങ്ങിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് വാട്സപ്പും ടെലഗ്രാമും. ഇപ്പോൾ അടുത്ത കാലത്ത് വാട്സപ്പിൽ കുറേ പ്രൈവസി പോളിസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നേരെ ടെലഗ്രാമിലേക്ക് ഒരുപാട് ആൾക്കാർ മാറുകയും ചെയ്തു. ഈ വാട്സപ്പും ടെലഗ്രാമും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, വാട്സപ്പ് നമുക്ക് ഒരേ സമയത്ത് ഒന്നിലധികം ഡിവൈസിൽ ഉപയോഗിക്കാനാകില്ല. സംഭവം തിരിഞ്ഞിക്കോ. അതായത് ഈ ഫോണിലുള്ള വാട്സപ്പ് ഇപ്പോൾ എനിക്ക് മറ്റൊരു ഫോണിൽ അതേ നമ്പറിൽ ഉപയോഗിക്കാനാകില്ല. എന്നാൽ ടെലഗ്രാമിൽ നമുക്ക് ഒന്നിലധികം ഡിവൈസിൽ ഒരേ നമ്പർ വെച്ചിട്ട് ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് മനസ്സിലായിക്കോ. ഇപ്പം നിങ്ങൾ ഒരു ഫോണിൽ ടെലഗ്രാം ഉണ്ട്, അതേ നമ്പർ വെച്ച് വേറൊരു ഫോണിൽ ലോഗിൻ ചെയ്താൽ അതിലും നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. നമ്മളറിയാണ്ട് നമ്മളെ ടെലഗ്രാം അക്കൗണ്ട് ഒരാൾക്ക് പെട്ടെന്ന് അവരെ ഫോണിൽ എടുക്കാനാവും. അപ്പോൾ നമുക്ക് വരുന്ന മെസ്സേജുകളൊക്കെ അവർക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ ആരെങ്കിലും നമ്മളെ ടെലഗ്രാം അക്കൗണ്ട് എടുക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ, അവർ നമ്മളെ മെസ്സേജുകളൊക്കെ കാണുന്നുണ്ടോ, എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം, അഥവാ ഉണ്ടെങ്കിൽ എങ്ങനെ റിമൂവ് ചെയ്യാം, അതാണ് വീഡിയോ. തീർച്ചയായിട്ടും ടെലഗ്രാം ഉപയോഗിക്കുന്നവരൊന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ടെലഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യാം. ടെലഗ്രാം ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇടത് ഭാഗത്ത് 3 ലൈൻ ഉണ്ടാവും. ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്താൽ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ എടുക്കുക. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ആക്റ്റീവ് സെഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ നമ്മളെ ടെലഗ്രാം അക്കൗണ്ട് എവിടെയൊക്കെ നമ്മൾ ആക്റ്റീവ് ആയിട്ടുണ്ടോ അതൊക്കെ ഇതിൽ കാണിക്കും. ഇതിപ്പോൾ മേലെ കാണിക്കുന്ന ഈ ഫോണിൽ എൻ്റെ ഈ ടെലഗ്രാം അക്കൗണ്ട് 3 ഫോണിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ലോഗിൻ ചെയ്തിരിക്കുക. അതായി കാണുന്നത്. നമ്മൾ അറിയാത്ത ഏതെങ്കിലും ഡിവൈസിൽ ഇങ്ങനെ ലോഗിൻ ആണെങ്കിൽ എങ്ങനെ റിമൂവ് ചെയ്യുക, ജസ്റ്റ് ആ ഡിവൈസിൻ്റെ പേരുമിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ടെർമിനേറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡിവൈസിലാണോ ആ ഡിവൈസിൽ നിന്ന് ഇതങ്ങ് ഡിലേറ്റ് ആവും, ലോഗൗട്ട് ആവും. പിന്നെ അവർക്ക് ഉപയോഗിക്കാനാകില്ല. വീണ്ടും ആരെങ്കിലും ലോഗിൻ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കാം. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമുക്കൊരു പാസ്വേഡ്, അത് നമ്മളെ നമ്പറിലേക്ക് വരുന്ന ഒരു SMS പാസ്വേഡ് കൂടിയാണ് നമുക്ക് ലോഗിൻ ചെയ്യാനാവും. അപ്പം നമ്മളെ ഫോൺ നമ്പർ നമ്മളെ കയ്യിലുണ്ടോ മറ്റൊരാൾക്കും ഇത് ഉപയോഗിക്കാനാകില്ല. അപ്പോൾ ഈ സംഭവം എങ്ങനെ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. നമുക്കൊരു ബൂസ്റ്റ് ആണത്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.